വരൻ്റെ സഹോദരിയല്ലേ താലി കെട്ടത്. ആ താലി കെട്ടുന്ന ആളെ പോലും കയറ്റാതെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വളരെ ലംഘിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തിയത്. ഒരു ഒറ്റ കാര്യൂടെ ഞാൻ പറയാം. ഇവിടെ ഇന്ന് എറണാകുളത്ത് വെച്ച് സുരേഷ് ഗോപിക്ക് നാളെ മകളുടെ സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുണ്ട്. അവിടെ ഒക്കെ അദ്ദേഹത്തിന് അറിയാം. ഇപ്പം എന്തിനാണ് അദ്ദേഹം ശ്രീരാമക്ഷേത്രത്തിൽ പോയ തൃപ്രയാർ? അപ്പോൾ കോസ്റ്റൽ ബെറ്റിൽ പ്രതാപന് സ്വാധീനമുള്ള മേഖലയിൽ അവിടെയും അദ്ദേഹം റോഡ് ഷോയിലൂടെ പ്രതാപൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത്. ശ്രീരാമനുള്ള ഭക്തിയൊന്നുമല്ല, ഇതൊക്കെ കപടഭക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തിനാ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. അവിടെ പോയാൽ പോരെ, എന്തിനാ ഗുരുവായൂർ പോയേ? അപ്പോൾ ഗുരുവായൂർ, തൃപ്രയാർ, തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയാണ്. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ഉള്ളി തൊലിച്ച പോലാവും, യാതൊരു തർക്കവുമില്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്, പരമാവധി എംപിമാരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പൊതുവേ ജൂനിയറായ നേതാക്കൾ ഉൾപ്പെടെ അതിൽ പെട്ടിട്ടുണ്ട്. അങ്ങേപ്പോലുള്ളൊരു 4 പേരാണ് എംപിമാരിൽ ഒഴിവാക്കപ്പെട്ടത്. അതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്കതിൽ പരാതിയില്ലല്ലോ, പിന്നെന്താ? അല്ല, എനിക്ക് പരാതിയില്ലല്ലോ. രാഷ്ട്രീയകാര്യ സമിതി നല്ല ഗുണമുള്ള രാഷ്ട്രീയകാര്യ സമിതിയാണ് തെരഞ്ഞെടുത്തതെന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എന്നോട് ചോദിച്ചു രാഷ്ട്രീയകാര്യ സമിതിയെക്കുറിച്ച്. എനിക്കതിൽ പരാതിയില്ല. പിന്നെ ബാക്കി കാര്യം അതല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല.